നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒറ്റയടിക്ക് അമ്മയുടെ ആ സന്തോഷം ഇല്ലാതാക്കണോ ആദ്യേട്ടാ? ശ്രീകുട്ടിയുടെ കാര്യം അങ്ങനെയാണല്ലോ. സ്വന്തം അച്ഛമ്മയുടെ വാത്സല്യം അതിനുള്ള അവകാശം ആ കുഞ്ഞിനില്ലേ? ആ മോൾ എന്ത് പഴിച്ചു ആദ്യേട്ടാ? ആക്കി കൂടെയില്ലാത്ത വേദനയില്ല അമ്മ. ഇനി ആരും കൂടി ശത്രുവായ അമ്മയുടെ അവസ്ഥ എന്താവും ആദ്യം ചിന്തിച്ചു നോക്കിയേ. അതാ ഞാൻ പറഞ്ഞത്, അമ്മയുടെ ഇപ്പൊ ചാടിക്കയറി ഒന്നും പറയണ്ട. എല്ലാത്തിനും അതിൻ്റെതായ സാവകാശം വേണമെന്ന്. അരുണിന്റെ അശ്വതിയുടെ കാര്യത്തിൽ അശ്വതയെ സുരക്ഷിതമായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ എന്താ ഒരു വഴി? അതാലോചിക്കാം നമുക്ക്. എന്തു വഴി? ആദ്യേട്ടൻ സമാധാനായിട്ടൊന്ന് ആലോചിക്ക്, വഴി ഉണ്ടാവും. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ എന്താവുന്ന കാര്യത്തിൽ ഭയമുണ്ട്. വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത മസാലയിൽ പെസ്റ്റിസൈഡ്. നമ്മൾ ജൈവ ഉൽപ്പന്നങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ അതിൽ രാസകീടനാശിനികളുടെ സാന്നിധ്യം എങ്ങനെ വന്നു? ഐശ്വര്യയുടെ കെയർ ഓഫിലാണ് ഈ ഇടപാടെല്ലാം നടന്നത്. ഇപ്പൊ ഇക്കാര്യം ചോദിച്ചിട്ട് ഐശ്വര്യക്ക് മിണ്ടാട്ടമില്ല. കോടികളുടെ നഷ്ടമായി ഇപ്പൊ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. ഐശ്വര്യ ആ സീറ്റിൽ ശരിയാവില്ല എന്ന് ഞാൻ പലതവണ അച്ഛനോട് പറഞ്ഞതാ. വെറുതെ എന്നും ഒരു കാര്യം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, അതാ ഇപ്പൊ കാണേണ്ടത്. ശാശ്വതമായ പരിഹാരം അഖിയ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്താൽ ഉറപ്പായും കമ്പനി പ്രോഫിറ്റബിൾ ആവും. അഖിയെ കമ്പനി ചുമതല ഏൽപ്പിക്കുന്നത് ആർക്കും താല്പര്യമില്ലഞ്ഞിട്ടാണോ? അത് ഏറ്റെടുക്കാൻ അഖി തയ്യാറല്ലല്ലോ. അതിനവനെ ആ ശ്യാമ സമ്മതിക്കുന്നില്ല. അതാ സത്യം. അമ്മേ, ഇപ്പോഴത്തെ അവസ്ഥയിൽ കമ്പനിയെ നയിക്കാൻ അവൻ കൂടി വേണം. അതിനുള്ള പ്രാപ്തി അവൻ തെളിയിച്ചതുമാണ്. അതല്ലേ ഞാൻ മുമ്പേ പറഞ്ഞത്. അഖി ആ ശ്യാമയുടെ പിടിയില. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് ഇപ്പൊ നമ്മുടെ കമ്പനി. അതിനെ രക്ഷിക്കാൻ അഖിയെ കൊണ്ടുവരണമെങ്കിൽ ആ ചുമതല വസു വെക്കണം. ഞാനോ? അതെ, വസു ആത്മാർത്ഥമായിട്ട് വിളിച്ച അഖി വരും. കമ്പനി ചുമതലയേക്കുകയും ചെയ്യും. അമ്മേ, അത് ശരിയാ. അമ്മ സ്നേഹത്തോടെ വിളിച്ച അവൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അല്ല, ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ട. നമുക്കിപ്പോ പ്രധാനം കമ്പനിയുടെ കാര്യം. വസുവും ഞാനും കൂടെ പോകുന്നു. അഖിയെ വിളിക്കുന്നു. എന്താ? അത് തീരുമാനമായി അല്ലേ വസു? ഞാൻ വിളിച്ച അഖി വരുവോ? താൻ അഖിയുടെ അമ്മയാണ്. വസുവിന് അഖിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. സ്നേഹത്തോടെ അമ്മ വിളിച്ചാൽ അഖിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോ നമ്മൾ രണ്ടാളും അഖിയെ പോയി കാണുന്നു. ഓക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.